ഹായ്, റഷ്യയിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് റഷ്യയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് 2023, 22, 2020 കാലഘട്ടങ്ങൾക്ക് നമുക്ക് വിസ സ്റ്റാമ്പിംഗ് ചെയ്ത് കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 2025 ഏപ്രിലിന് ശേഷം ഇവിടുത്തെ നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങളിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ നമ്മുടെ റഷ്യയിൽ വന്നിട്ടുള്ള പുതിയ നിയമങ്ങളും നിയമത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഒന്നും നമുക്ക് നമ്മുടെ ഒരു പാസ്പോർട്ട്, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ റഷ്യയിൽ നമുക്ക് നേരെ ഡയറക്റ്റ് പോയിട്ട് ഒരു സിം കാർഡ് വേണമെന്നുണ്ടെങ്കിൽ സിം കാർഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു പാസ്പോർട്ട് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുമായിരുന്നു, പാസ്പോർട്ടും എമിഗ്രേഷൻ കാർഡ് വെച്ചിട്ട്. കാരണം എമിഗ്രേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ വന്നിറങ്ങുമ്പോൾ അവിടുന്ന് നമ്മുടെ പാസ്പോർട്ടിനകത്ത് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ അതായത് നമുക്ക് 7 ഡേയ്സിനുള്ളിൽ ഇവിടെ വന്നിട്ട് ഒരു രജിസ്ട്രേഷൻ ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എമിഗ്രേഷൻ കാർഡും അതുപോലെ തന്നെ ഈ പാസ്പോർട്ടും വെച്ചാണ് നമ്മൾ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ സിം കാർഡ് എടുക്കാൻ വേണ്ടി നമുക്ക് പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു, വേറൊരു ഡോക്യുമെന്റിന്റെയും ആവശ്യം, വേറൊരു രേഖയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം അങ്ങനെയല്ല. കാരണം ഇന്ന് നമ്മളൊരു സിം കാർഡ് എടുക്കാൻ പോകണമെങ്കിൽ തന്നെ നമുക്ക് സ്നീൽസ് വേണം, രജിസ്ട്രേഷൻ വേണം, അതുപോലെ തന്നെ ബയോമെട്രിക്സ് വേണം, അതുപോലെ തന്നെ ഗോസ്ലൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഓൾറെഡി റഷ്യയിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നവർക്ക് ഒരു സിം കാർഡ് എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഇത്രയും ഡോക്യുമെന്റുകൾ നമുക്ക് വേണം. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവിടുത്തെ നിയമങ്ങളിൽ. ഞാൻ മുമ്പേ തന്നെ പല വീഡിയോസിലും എല്ലാ 6 months കൂടുമ്പോഴും ഒക്കെ ഇവിടുത്തെ നിയമങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഈ നിയമങ്ങൾ ഞാനോ ഇവിടുത്തെ ഒരാൾ ഇവിടുത്തെ റഷ്യൻ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിയമങ്ങൾ കൊണ്ടുവന്നത് പിന്നെ ഇപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്ന മോസ്കോ റീജിയനിൽ ഒരു സ്ഥലത്ത് താമസിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ രജിസ്ട്രേഷൻ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് റൂമിൻ്റെ അടുത്ത് തന്നെ ആ റൂമിലെ രജിസ്ട്രേഷൻ തന്നെ മസ്റ്റായിട്ടും വേണം, അല്ലെങ്കിൽ വേറെ രജിസ്ട്രേഷൻ മതിയായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ റൂമിന്റെ രജിസ്ട്രേഷൻ തന്നെ കമ്പൽസറി ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ള പുതിയ നിയമം കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ വരുന്നത് കാരണം തന്നെ ഇന്റർനാഷണൽ സിറ്റിസൺ റഷ്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം സിം കാർഡ് എടുക്കാനാണെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാനാണെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ എന്നാലും നമുക്ക് റഷ്യയിലുള്ള കുറേ വർഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആണെങ്കിലും അവർക്കുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് ഇവിടെ റഷ്യയിൽ ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ജോലി കിട്ടാൻ ഒരുപാട് ആൾക്കാർ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പിള്ളേർ നാട്ടിലേക്ക് തിരിച്ചു പോയതായിട്ട് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് അവിടെയും ഇവിടെയും അലഞ്ഞും. കാരണം ക്ലാസ്സിന് പ്രോപ്പറായിട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് മിക്ക ദിവസങ്ങളിലും ഒരു 2-3 ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യാതെ അപ്പോൾ ഇവർക്ക് ഒരു പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പിന്നെ ജോലിക്ക് പോകണം. ഇതിൽ ഒരു 2-3 ദിവസം നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം 2 ദിവസം ജോലിക്ക് പോയാൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് നമ്മുടെ ഫുഡ് എക്സ്പെൻസ്, അതുപോലെ നമ്മുടെ അക്കോമഡേഷൻ എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പല യൂണിവേഴ്സിറ്റികളും ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഹോസ്റ്റലാണെങ്കിൽ ഈ മോസ്കോയിലുള്ള പല യൂണിവേഴ്സിറ്റികളും എനിക്ക് അറിയാവുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റിയിലും ഹോസ്റ്റലും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഹോസ്റ്റൽ എടുക്കണം, മോസ്കോയിൽ ഒരു റൂം എടുക്കണമെങ്കിൽ തന്നെ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നുകൊണ്ട് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു വർഷം കഴിഞ്ഞാൽ വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം പല യൂണിവേഴ്സിറ്റിയിലും 3 മാസം കഴിഞ്ഞാൽ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറും വളരെ കിട്ടുന്നില്ല. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരുപാട് നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ കാരണം ഇപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നട്ടം തിരിയാണ്. കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് വന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സിം കാർഡ് എടുക്കണമെങ്കിൽ ഒരുപാട് രേഖകളൊക്കെ നമ്മൾ ഹാജരാക്കണം. കാരണം എങ്ങനെയാണ് ഇതൊക്കെ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ റഷ്യയിലെ ഈ നിയമങ്ങളിൽ ഞാനോ വേറെ ഇവിടെയുള്ള ഒരു സിറ്റിസനോ വിചാരിച്ചു കഴിഞ്ഞാൽ റഷ്യൻ സിറ്റിസനോ വിചാരിച്ച നിയമങ്ങളൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. റഷ്യൻ അതോറിറ്റിയാണ് ഇതിൻ്റെ ഒരുപാട് നിയമങ്ങൾ അവരാണ് തീരുമാനിക്കുക.
അപ്പോൾ നിങ്ങൾ ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പെട്ടുപോകുന്നതിന് മുമ്പായിട്ട് ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളെ പാനിക്കാക്കാനോ നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. കാരണം ഇപ്പോൾ നാളെ ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരുന്ന നിയമങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുവരെയുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ട് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാളൊരു പ്രശ്നങ്ങൾ ആരും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവത്തില്ല. കാരണം നിയമങ്ങൾ മാറ്റുന്നത് ഞാനോ അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള റഷ്യൻ സിറ്റിസനോ അല്ല. ഇവിടുത്തെ റഷ്യൻ മെയിൻ അതോറിറ്റി ഏത് റഷ്യൻ ഫെഡറേഷനാണ് ഇവിടുത്തെ നിയമങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ റഷ്യയിൽ ഇപ്പം വിന്റർ ഒക്ടോബർ മുതൽ വിന്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ പുതിയതായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ വേണം എന്തൊക്കെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നിയമങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരാളെ കൊണ്ടുവരാൻ ഒരു പൗരൻ, ഒരു ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള ഒരു പൗരൻ ഒരുപാട് കടമകൾ കഴിഞ്ഞിട്ടാണ് അവർ ഇവിടത്തേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷം അവർക്കൊരു ജോലി അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അവർക്കൊരു റൂം അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക, മെഡിക്കൽ ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അതിൻ്റെ ബാക്കിൽ ഒരുപാട് കഠിനാധ്വാനങ്ങളുണ്ട്. വെറുതെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടിന് ശേഷമാണ് ഇവർക്ക് ഇവിടെ ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സംഭവമല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.